നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റൈലിഷായിട്ട് ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? സംഗതി അതല്ല. ഇതങ്ങ് നോർവേയിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ അവിടെ നിന്ന് ഉയർന്നൊരു ചോദ്യത്തെ മറികടക്കുന്നത് വേണ്ടി മൂപ്പരിങ്ങനെ തലകുനിച്ച് സ്ഥലം വിടുകയാണ്. മൂന്നാം ടേമായിട്ടും പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇൻട്രാക്ഷനോടെയുള്ള ഒരു വാർത്താ സമ്മേളനം പോലും നമ്മുടെ രാജ്യത്ത് നടത്തി നമ്മൾ കണ്ടിട്ടില്ല. പ്രധാനമന്ത്രി അമ്മാതിരി ലോക റെക്കോർഡ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സാഹചര്യത്തിലും പ്രധാനമന്ത്രി മിണ്ടാതിരിക്കുന്നത്? ഇന്ത്യ ഇന്ന് നേരിടുന്ന ആഭ്യന്തരമായ സമ്മർദ്ദങ്ങൾ, ഭരണപരമായ മികവിലൂടെ മറികടക്കേണ്ട സമ്മർദ്ദങ്ങൾ നിരവധിയാണ്. ഈ സാഹചര്യത്തിലും പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത് പോയി ഒരു ചോദ്യത്തിന് മുന്നിൽ ഇങ്ങനെ തലകുനിച്ചു പോകേണ്ട അവസ്ഥ എങ്ങനെയുണ്ടായി? നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ വാർത്താ സമ്മേളനത്തിൻ്റെ കഥയും നിലവിൽ രാജ്യത്ത് പ്രധാനമന്ത്രി നേരിടുന്ന വിമർശനങ്ങളുടെ കഥയും കൂടി നോക്കണം. രാജ്യത്തെ ജനങ്ങൾ വലിയ തോതിൽ വണ്ടി ഓടിച്ചിട്ട് എവിടെയും പോകാൻ പാടില്ല, സ്വർണ്ണമൊന്നും വാങ്ങാൻ പാടില്ല, നിങ്ങൾ ഒരു സെൽഫ് ലോക്ക്ഡൗൺ പാലിക്കണം എന്ന് പ്രഖ്യാപിച്ച ആളാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തിന്, ഏതിന്, എങ്ങനെ എന്നൊന്നും മൂപ്പര് പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ സെൽഫ് ലോക്ക്ഡൗൺ പാലിക്കണം, അതിന് സമാനമായ നിലയിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ രാജ്യത്തെ ജനതയെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ അതിന് ഒരു കാരണം മുന്നോട്ട് വെക്കണം. ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ആഹ്വാനം നടത്തുമ്പം യുക്തിസഹമായ നിലയിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്തമെങ്കിലും പ്രധാനമന്ത്രിക്ക് വേണം. അപ്പോൾ പ്രധാനമന്ത്രി ആദ്യം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നോ? ഇല്ല. എന്നിട്ട് വിദേശത്ത് പോയിട്ട് എന്താണ് സ്ഥിതി? വിദേശത്ത് പോയിട്ട് ഇതാണ് സ്ഥിതി. വിദേശത്ത് പോയിട്ട് ഈ അനുഭവം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ആദ്യം നോക്കാം. നരേന്ദ്രമോദിക്ക് ലോകത്ത് തന്നെ ഇത്തരത്തിലൊരു പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് ഇൻട്രാക്ഷനിലൂടെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന സമീപനമില്ല എന്നുള്ളൊരു റെക്കോർഡ് നിലവിൽ ഉണ്ട്. പ്രതിപക്ഷം എപ്പോഴും ആരോപിക്കാറുള്ളതാണ് ഇന്ത്യയിൽ. കണക്കുകളും അത് ശരിവെക്കുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് നോർവേയിൽ നടന്ന ഈ പ്രതികരണം വീണ്ടും മോദിയുടെ സമീപനം ലോക സാഹചര്യത്തിൽ തന്നെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വിവാദ ചർച്ചകൾ കൊഴുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി വരെ, നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി വരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് നോർവേയിൽ എന്താണ് പറ്റിയത്? നോർവേ സന്ദർശനത്തിനിടെ ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ഉന്നയിച്ചു. ഹെല്ലെ ലെയങ് എന്ന മാധ്യമപ്രവർത്തകയാണത്രേ ചോദ്യം ചോദിച്ചത്. പ്രധാനമന്ത്രി മോദി, ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ മാധ്യമങ്ങളുടെ രാജ്യത്ത്, ഈ രാജ്യത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറഞ്ഞുകൂടെ എന്നായിരുന്നു ചോദ്യം. ലോകരാജ്യങ്ങളിൽ ഏറ്റവും മാധ്യമ സ്വാതന്ത്ര്യങ്ങളുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള നോർവേയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൂടെ എന്നതാണ് ഉദ്ദേശിച്ചത്. ഹെല്ലെ ലെയങ് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യം പക്ഷേ മോദി മൈൻഡ് ചെയ്തില്ല. മൂപ്പര് മിണ്ടാതെ സ്ഥലം വിട്ടു. ഇതാ ഇങ്ങനെ. Prime Minister Modi, why don't you take some questions from the freest press in the world? ഇതോടെ മാധ്യമപ്രവർത്തക വീണ്ടും പ്രതികരിക്കുകയാണ് ഉണ്ടായത്. നോർവേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യമുള്ള സ്ഥലമാണ്. നേതാക്കളും ഭരണാധികാരികളും നിരന്തരം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുക, ചോദ്യങ്ങൾ നേരിടുക എന്നതൊക്കെ പതിവാണ്. അവിടെ ആളുകൾ നേതാക്കളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ ഈവാലുവേഷനിൽ നിന്ന് വിധേയമാക്കുന്നത് അത്തരം പ്രതികരണങ്ങളിലൂടെ കൂടിയാണ്. എന്നാൽ വേദിയിലെത്തിയ ശേഷം മോദി നോർവീജിയൻ പ്രധാനമന്ത്രി ജൊനാസ് ഗാർ സ്റ്റ്യോറിന് കൈകൊടുത്ത് ഇറങ്ങിപ്പോകാൻ, ആ വിഷ്വലെടുത്ത് നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് ചോദ്യമുയർന്നത്. എന്നാൽ മോദി അത് കേട്ടില്ലെന്ന് നടിച്ച് മടങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും വിമർശനത്തിന് കാരണമായതും. സംഭവത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തക ചോദ്യം ഉന്നയിച്ച ആൾ ഹെല്ല ലെയങ് എക്സിൽ വിമർശിച്ചു പോസ്റ്റുമിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് മറുപടി നൽകാൻ തയ്യാറായില്ല എന്ന് അവർ പോസ്റ്റിൽ വിശദീകരിച്ചു. അവരിങ്ങനെ പറയുന്നു: അത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നോർവേ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പലസ്തീൻ, UAE, ക്യൂബ എന്നീ രാജ്യങ്ങളോട് മത്സരിച്ച് ഇന്ത്യ 157 സ്ഥാനത്താണ്. ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യുക എന്നത് ഏത് ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കടമയാണ് എന്ന് വീഡിയോ സഹിതം അവർ പോസ്റ്റിട്ടു. അതിനിടെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. ഈ എക്സ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി മോദിയുടെ സമീപനത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു. ഒളിക്കാനൊന്നുമില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പ്രധാനമന്ത്രി കുറച്ച് ചോദ്യങ്ങൾക്ക് മുന്നിൽ പരിഭ്രാന്തനായി ഓടി ഒളിക്കുന്നത് ലോകം കാണുമ്പോൾ അത് ഇന്ത്യയുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നമ്മൾ 157 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിൻ്റെ യഥാർത്ഥ ചിത്രമാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജനാധിപത്യത്തെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഒളിച്ചോട്ടങ്ങൾ രാജ്യത്തിൻ്റെ രാജ്യാന്തര പ്രതിച്ഛായയെ നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. മറിച്ച് നമ്മൾ സഹകരിച്ചു പോകുന്ന ഭരണകൂടങ്ങളെ ചോദ്യം ചെയ്യുക എന്നത് എൻ്റെയും നമ്മുടെ കൂട്ടായതുമായ കടമയാണ് എന്ന് ഈ വീഡിയോ സഹിതം ഷെയർ ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി കുറിച്ചിട്ടുണ്ട്. കടുത്ത വിമർശനങ്ങൾ പല മേഖലകളിൽ നിന്നും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. PR എഴുതി നൽകുന്നത് വായിക്കാൻ മാത്രമേ പ്രധാനമന്ത്രിക്ക് കഴിയൂ, പ്രോംപ്റ്റർ ഇല്ലാതെ പ്രസംഗിക്കാൻ കഴിയില്ല, ചോദ്യങ്ങൾക്ക് ലൈവായി ഉത്തരം പറയാൻ കഴിയില്ല തുടങ്ങിയ വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. നോർവേയിൽ പോയി പ്രധാനമന്ത്രിക്ക് ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പശ്ചിമേഷ്യ യുക്രൈൻ സംഘർഷങ്ങളിൽ സമാധാനപരമായ
പരിഹാരത്തിന് ആഹ്വാനം ചെയ്തതിൻ്റെ പേരിലാണ് നോർവേയുടെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് എന്ന അവാർഡ് മൂപ്പർക്ക് കിട്ടിയത്. 32ാമത് രാജ്യാന്തര പുരസ്കാരമാണത്രേ മോദിക്ക് കിട്ടുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള അവാർഡൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴും തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന പ്രധാനമന്ത്രി എങ്ങനെയാണ് ഈ സമാധാനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ ഉള്ളിലും വരും. ഇത് നോർവേയിൽ ഒരു വിദേശ രാജ്യത്ത് നടത്തപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം എന്ന നിലയിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒക്കെ മോദി ആരാധകർ, സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇനി രാജ്യദ്രോഹ വ്യാഖ്യാനത്തിന് എടുത്തുപയോഗിക്കാനുള്ള പശ്ചാത്തലമാക്കി അവർ മാറ്റിയേക്കും. പക്ഷേ അതിനപ്പുറത്ത് ഈ ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ നോർവേയിൽ എന്നുള്ളതിനപ്പുറത്ത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഏത് മട്ടിൽ പ്രതികരിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഈ സമീപ നാളുകളിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എത്രയധികമുണ്ട്. മിനിമം പശ്ചിമേഷ്യ യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യം, ഗ്യാസ് ഇന്ധന പ്രശ്നം, ഗ്യാസ് വിലവർധന, ഇരട്ടിയോളം വില വർദ്ധിപ്പിച്ച സാഹചര്യം, നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ വിവാദം, ഇവിടങ്ങളിലൊക്കെ പ്രതിക്കൂട്ടിൽ കേന്ദ്ര സർക്കാരിനൊപ്പം BJPയും ചോദ്യപേപ്പർ ചോർച്ചയിലൊക്കെ രാഷ്ട്രീയമായും നിലനിൽക്കുന്നുണ്ട്. ഈ ഏതെങ്കിലും കാര്യത്തിൽ യുക്തിസഹമായൊരു പ്രതികരണം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഏത് മട്ടിലാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നോർവേയിൽ കണ്ടതുപോലെ പോലും നമുക്ക് മുന്നിലേക്ക് പ്രധാനമന്ത്രി വരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് ആഭ്യന്തരമായി BJPയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ 2 ടേമിൽ, ഇത് 3ാം ടേമിൽ പ്രധാനമന്ത്രി നിൽക്കുമ്പോഴും സ്വാഭാവികമായൊരു സംഭവം എന്നുള്ള നിലയിൽ മറികടന്നവർ പോകും. പക്ഷേ വസ്തുത അതല്ല. ജനങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് ഏത് മട്ടിലാണ് അവർ ആശ്വാസം പകരുന്നത് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പോൾ തന്നെ ഗ്യാസ് പ്രതിസന്ധി വന്നപ്പം, ഇന്ധന പ്രതിസന്ധി വന്ന സമയത്ത് വലിയ പ്രതികരണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷം സൈലൻ്റായിരിക്കുന്നു. കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ചില സൈലൻ്റായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള ആശ്വാസമാണ് BJPക്കുള്ളത്. ദക്ഷിണേന്ത്യയിൽ കടുത്ത BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരുകൾ, 3 സർക്കാരുകൾ താഴെ പോയ സാഹചര്യം കൂടി അവർക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, MK സ്റ്റാലിൻ, കേരളത്തിൽ പിണറായി വിജയൻ എന്നുള്ള 3 പ്രധാനപ്പെട്ട മോദി വിരുദ്ധ സർക്കാരുകളുടെ നേതൃത്വങ്ങൾ താഴെ പോയ സാഹചര്യമാണ്. അതുകൊണ്ട് വളരെ സൈലൻ്റായി മറികടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം നമ്മൾ കാണാറില്ല. ഇത്രയും വലിയ രൂക്ഷമായ പ്രതിസന്ധി രാജ്യം വിലക്കയറ്റത്തിന് കൂടി ആധാരമാകുന്ന സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ അതിനെ വളരെ യുക്തിസഹമായി മാത്രം ലോജിക്കലായി വ്യാഖ്യാനിച്ച് അത് അങ്ങനെ പറ്റുള്ളൂ എന്ന് വ്യാഖ്യാനിച്ച് കൊണ്ടുപോകുന്ന പ്രതിപക്ഷത്തെയല്ല നമ്മൾ കണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടി അതിൻ്റെ സാധ്യതകളെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങളിലൂടെയോ ജനങ്ങൾക്ക് മുന്നിലൂടെയോ വിശദീകരണം നൽകാതെ നിങ്ങൾ വണ്ടി ഓടിക്കരുത്, എണ്ണ ലാഭിക്കണം, സ്വർണം വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഭരണകൂടം എത്തി എന്നുള്ള ഒരു ദുരന്ത സാഹചര്യം നിലവിലുണ്ട്. അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഉത്തരമില്ലാതെ മടങ്ങിപ്പോകുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ ചിത്രം. നന്ദി, നമസ്കാരം. കഴിഞ്ഞു.